സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞാനിപ്പോ ഉള്ളത് ഒരു ഗവൺമെന്റ് യൂണിറ്റിലാണ്. കോവിഡ് കാലത്തെയും അതിജീവിച്ച ഒരു വുമൺ എന്റർപ്രണറുടെ കൂടെയാണ്. കൂടാതെ ചേച്ചി ഒരു MBA കാരി കൂടെയാണ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഉടമസ്ഥയാണ് ഇപ്പൊ തൊഴിലാളികളുടെ കൂടെ ഇരുന്ന് ജോലി ചെയ്യുന്നത്. എന്താണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം? ഇവിടെ നമുക്ക് അങ്ങനെ ഒരു മുതലാളി തൊഴിലാളി അങ്ങനെ ഇല്ല. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എല്ലാരും ഒരു കുടുംബത്തിലെ പോലെ തന്നെ വന്നു ആ ജോലി ഒരുമിച്ച് ചെയ്യുന്നു, അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് ചേച്ചി ഈ മേഖലയിലേക്ക് വന്നത്? ഇതായിരുന്നോ ചേച്ചിയുടെ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഇതിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണോ, അതോ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കാരണം ഇതിലേക്ക് എത്തിപ്പെട്ടതാണോ? ഞാൻ പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആണ്. MBA കഴിഞ്ഞു. അപ്പോൾ ഒരു ഓൺടർപ്രണർ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുക, ഒരു വുമൺ ഓൺടർപ്രണർ ആവുക എന്നുള്ളത് എനിക്കൊരു അംബിഷൻ ആയിരുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ എന്ന് പറഞ്ഞൊരു സ്കീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വനിതാ സംരംഭകർക്ക് നല്ല അവസരങ്ങളും നമുക്കൊരു സ്വയം തൊഴിൽ ചെയ്ത് മുന്നോട്ട് വരാനുള്ളവർക്ക് മറ്റൊരു സെക്യൂരിറ്റീസ് ഒന്നും, ഒരു കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും വെക്കാതെ തന്നെ കിട്ടുന്ന ഒരു ലോണ്. അപ്പോൾ അതിന്റെ സാധ്യതയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൊള്ളാം. അങ്ങനെ നമ്മൾ അവിടെ പോവുകയും അതിനൊരു പ്രോജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൽ ഇത് കിട്ടി. അങ്ങനെ ലോൺ 10 ലക്ഷം രൂപയുടെ ഈ മുദ്രാ യോജനയിലുള്ള ലോൺ എടുത്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ്. പക്ഷെ തുടങ്ങുമ്പോൾ നമ്മളിപ്പം ആദ്യം 7 വർഷമായി ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. തുടക്ക സമയത്ത് നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കസ്റ്റമൈസ്ഡും കൂടെ ആക്കി. കോവിഡിന് ശേഷം ഞാൻ ഇഷ്ടംപോലെ ഗാർമെന്റ് യൂണിറ്റ്സിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഷ്ടംപോലെ ഗാർമെന്റ് ഷോപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്ലയന്റ് ആയിട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും ഇവിടുന്ന് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി? നമ്മുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നതെന്ന് വെച്ചാല്, നമുക്ക് പെട്ടെന്നുള്ള ടൈം കൺസ്യൂം ചെയ്ത്, അതായത് സാധനങ്ങൾ തയ്ക്കാൻ തരുന്ന സാധനം തൊട്ടടുത്ത ദിവസം ഡ്രസ്സ് ഡെലിവറി ചെയ്യുക. കൂടുതൽ ഇപ്പം പെട്ടെന്ന് ഇയാൾ വരുന്നു, ചേച്ചി എനിക്ക് ഒരു ചുരിദാർ വേണം, എനിക്ക് അടുത്ത ദിവസം നാളത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളത് അടുത്ത ദിവസം ആ പറയുന്ന സമയത്ത് തന്നെ ടൈം ഡിലേ ഇല്ലാതെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഹോം ഡെലിവറി, ഹോം കളക്ഷൻ. ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഹോം ഡെലിവറി എന്ന് കേൾക്കുന്നത്. അത് പുതിയ യുണീക്ക് ആയിട്ടുള്ള കാര്യം. അപ്പൊ എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്? ഏത് തരത്തിൽ? അതായത് ഇപ്പോ പിന്നെ സാധാരണ വെച്ചാല് എല്ലാവർക്കും ഇപ്പൊ കുറച്ച് തിരക്കല്ലേ. നമ്മുടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് വരണമെങ്കിൽ രാവിലെ 10 മണിക്ക് ഇങ്ങോട്ട് വന്നു, അത് തുറന്നു, ഇവിടെ വന്ന് അവരുടെ ഒരു ദിവസത്തെ കാര്യം. എല്ലാവരും ഒരു മണി ഏൺ ചെയ്യാന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അവരുടെ ഒരു ദിവസത്തെ ലീവ് ആവും. ഒരു ഡ്രസ്സ് കൊണ്ടുവന്നു, ഇവിടെ തന്നു, പിന്നെ പോയി. അപ്പൊ നമ്മൾ അതില്ല. ഈ കസ്റ്റമർ ഇപ്പം വൈകുന്നേരം ഒരു 5:30 ജോലി കഴിഞ്ഞ് ചിലപ്പം വീട്ടിൽ വരുന്നത്. അപ്പൊ അവർ നമ്മളെ വാട്സപ്പിൽ നമ്മുടെ നമ്പർ എടുത്തിട്ട് മെസ്സേജ് ചെയ്യും, ഇതൊക്കെ ഞാൻ ഈ സമയത്ത് വീട്ടിൽ കാണും, നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് ഒന്ന് എടുത്തിട്ട് പോകാൻ എങ്ങനെ. അപ്പൊ നമ്മളെ വീട്ടിൽ ചെല്ലുക, മെഷർമെന്റ് എടുക്കുക, നമ്മൾ തന്നെ നേരിട്ട് ചെന്ന് മെഷർമെന്റ് എടുത്ത് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ അവര് വീട്ടിലുള്ള ആ സമയത്ത് നമ്മൾ അവിടെ കൊണ്ടുചെന്ന് ഡെലിവറി കൊടുക്കുക. അവിടെ വെച്ച് ട്രയല്, അവരുടെ വീട്ടിൽ വെച്ച് ട്രയൽ ചെയ്ത് നോക്കി ക്ലിയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു കാര്യം. അപ്പൊ അത് ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് അങ്ങനെ കസ്റ്റമർ ഉണ്ട്. കാര്യം അത് എല്ലാവർക്കും കുറച്ച് കാര്യം അവരുടെ ആ ഒരു ദിവസത്തെ അവരുടെ ആ ഒരു മെനക്കേട്, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, അങ്ങനെ സമയം എടുത്ത് വണ്ടി വിളിച്ച് വന്ന് തിരിച്ചു പോയി ആ ഒരു ദിവസത്തെ അവരുടെ ആ ഒരു ബിസി ലൈഫിൽ ഇപ്പോ ഹോം ഡെലിവറിയും ഹോം കളക്ഷനും ഒക്കെ വളരെ കാര്യം. ഇപ്പൊ നമ്മൾ ഫുഡിനും ഒക്കെ ഡെലിവറി ഇത് ചെയ്യുന്നത് പോലെ ഡ്രസ്സിനും നമ്മളിത് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കസ്റ്റമർ ഉണ്ട് അത് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ. കാര്യം അത് ആൾക്ക് കുറച്ച് ഗുണപ്രദമാണ്. നമ്മൾ പിന്നെ പുറത്ത് ഇപ്പം മക്കളൊക്കെ അമേരിക്കയിൽ ചിലപ്പോൾ ഒരാൾ കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അവർ ഒരു പ്രാവശ്യം ഡ്രസ്സ് ചെയ്തു, പക്ഷെ നെക്സ്റ്റ് ടൈം അവർക്ക് ഇനി ഒരു ഓണം വരുന്നു, വിഷു വരുന്നു, അവർ പുറത്താണ്. അപ്പൊ അവിടെ ഉള്ള ഫംഗ്ഷൻ വരുമല്ലോ, ഓണം ഫംഗ്ഷൻ അമേരിക്കയിലൊക്കെ നടക്കുന്നു. അപ്പൊ പുറത്തുള്ളവർക്ക് ആ ഫംഗ്ഷന്റെ സമയമാകുമ്പോൾ ഈ ഡ്രസ്സ് വേണം, ഒരു കേരള സാരി വേണം, ഒരു കേരള ട്രഡീഷണൽ ഡ്രസ്സ് വേണം. അപ്പം കസ്റ്റമറുടെ ഓൾറെഡി നമ്മുടെ അളവ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇല്ലെങ്കിൽ തന്നെ മെഷർമെന്റ്സ് ഏതൊക്കെ വേണമെന്നുള്ളത് നമ്മൾ തന്നെ കോട്ട് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അവരൊരു മെഷർമെന്റ് ടേപ്പ് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഇന്ന മെഷർമെന്റ് സ്വന്തമായിട്ട് എടുത്തിട്ട്
നമുക്ക് വാട്സപ്പ് അയക്കാം. ഇനി ഈ കേരള സാരി അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് വീഡിയോ കോൾ വഴി വിളിച്ചെങ്കിലും ഫോട്ടോസ് ഇട്ട് കൊടുത്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തന്നെ ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ അമേരിക്കയിലുള്ള ഇപ്പൊ റീസെന്റ്ലി എൻ്റെ ഒരു കസ്റ്റമർക്ക് കുട്ടികൾക്ക് 2 പേർക്കും ഡ്രസ്സ് വേണമായിരുന്നു. അപ്പൊ അവർക്ക് ഇപ്പം വന്ന് കൊണ്ടുപോകാനുള്ള ഡിലേ, പിന്നെ നാട്ടിൽ വന്ന് ഇവിടെ ഒരാൾ വരുന്നുണ്ട്, പക്ഷെ അവരൊരു റിലേറ്റീവ് എത്തുന്നുണ്ട്. നമ്മൾ തന്നെ എന്ത് ചെയ്തു, ഡ്രസ്സ് പോയി അവരെ വീഡിയോ കോളിൽ വിളിച്ചു, ഡ്രസ്സുകളെല്ലാം കാണിച്ചു, നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തു, അതിനുശേഷം നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തു, ആ ടൈമിന് നമ്മൾ കൊടുത്തു. ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ ഇവിടെ സാധാരണ ഈ സ്റ്റിച്ചിങ് ഷോപ്പുകളിലെ പോലെ മാറ്റി മാറ്റി വെച്ചിട്ടില്ല. റെഡി ടു സ്റ്റിച്ച്, റെഡി ടു ഡെലിവറി, ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഒരു വുമൺ എന്റർപ്രനർ എന്ന നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ഒരു സാഹചര്യത്തിൽ ചേച്ചി നേരിട്ടിട്ടുള്ളത്? അതൊക്കെ എന്തൊക്കെയാണ് മറികടന്ന് വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും എന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഇതിപ്പോ തുടങ്ങിയിട്ട് നമ്മൾ 7 വർഷമായി. നമുക്ക് നല്ല ഓർഡേഴ്സ് വന്നുകൊണ്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങി അതിന്റെ ഒരു ബൂം പീരീഡിലേക്ക് എത്തുന്നതിന്റെ ഉള്ളൊരു ഇതിൽ തന്നെ നമുക്ക് കോവിഡ് എന്ന കാര്യം നമുക്കറിയാം. ഈ ലോകം മുഴുവനും അതിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അതൊക്കെ ഇവിടൊക്കെ ഒരുപാട് യൂണിറ്റുകളും ഷോപ്പുകളും ഒക്കെ അതിന്റെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നവരാണ്. കാര്യം ആ സമയത്ത് നമുക്കൊരു 20 ജോലിക്കാരടുപ്പിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആ സമയത്ത് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമുക്കൊരു യൂണിഫോമിന്റെ ഒക്കെ ബൾക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ അതായത് ഒരു 2 ഇയേഴ്സ് ആയപ്പോ തന്നെ വന്നു കോവിഡ്. അപ്പൊ നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു ശൈശവ പാത കടന്ന് ഇങ്ങനെ പതുക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഒരു തലയ്ക്ക് അടിയിട്ടുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലായിരുന്നു. നമ്മൾ വലിയ കഷ്ടപ്പെട്ടു. പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ നമ്മൾ ഓരോരുത്തരൊക്കെ പറയത്തില്ല ഇങ്ങനെ മറികടന്നു വന്നു നേരിട്ട്, അതൊക്കെ എന്താ തള്ളുക എന്നൊക്കെ പറയുന്നൊന്നും അല്ല കേട്ടോ. ശരിക്കും അതിന്റെ പച്ചയായ രീതിയിൽ നമ്മൾ ദാരിദ്ര്യത്തിലൂടെ തന്നെ കടന്നു പോകേണ്ടി വന്നു. എന്നാലും നമ്മൾ സ്വപ്നം പോലെ ഒരു കുഞ്ഞിനെ അമ്മ പ്രസവിച്ച് മുന്നോട്ട് കൊണ്ടുവരുമല്ലോ. അപ്പൊ ഏത് വഴികളിലും നമ്മൾ കൈവിടുന്നില്ലല്ലോ അമ്മ ആ കുഞ്ഞിനെ. ശരിക്കും അത് തന്നെയാണ് കാര്യം. എവിടൊക്കെ നമ്മൾ ഇത് നിർത്തിയേ പറ്റൂ. ഇനി അടുത്ത ദിവസം ഇത് മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾക്കൊക്കെ 2-3 മാസമൊക്കെ സാലറി. ഇപ്പൊ പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഇതായി എങ്കിലും അന്നേരം അവർ നമ്മളോട് നിന്നേ. അവരുടെയൊക്കെ പലരും ഈ പൈസ കൊണ്ടാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നിട്ട് പോകുന്നത്. എങ്കിലും 2-3 മാസമൊക്കെ പെൻഡിങ് ഇടുകയാണ്. അവര് നമ്മളോടൊപ്പം നിന്നു, നമ്മളെ കളഞ്ഞിട്ടൊന്നും പോയില്ല. നമുക്ക് മുന്നേറി വരാൻ പറ്റും, നമ്മൾ മുന്നോട്ട് എത്തും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെ നിന്നു. 1-2 ബോട്ടിക്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അവരും എന്ത് ചെയ്യാനാ, ബോട്ടിക്സ് ഒന്നും ആ സമയത്ത് തുറക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം നമുക്ക് 20-30 ചുരിദാറുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന, കസ്റ്റമൈസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ബോട്ടിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും നമുക്ക് കൂടുതൽ വർക്ക് തരാൻ പറ്റുന്നില്ല. പിന്നെ പക്ഷെ നമ്മൾ അതിലൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് പതിയെ പിടിച്ചു കാര്യം. കുറച്ച് മാസ്കുകളൊക്കെ ചെയ്ത് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കൊടുക്കുക. കാര്യം നമ്മുടെ ഡേ ടു ഡേ റൺ ചെയ്ത് പോകാനായിട്ട് ഉള്ള ഫണ്ട് പോലും നമുക്ക് ഇവിടെ നടക്കുന്നില്ലായിരുന്നു. എന്തെങ്കിലും വർക്ക് കിട്ടിയാൽ അത് നമ്മൾ ചെയ്യുക എന്നുള്ള തലത്തിലേക്ക് നമ്മളങ്ങ് ആയി. ആ കോവിഡിന്റെ സമയത്ത് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ നമുക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ആ സ്ട്രഗിളിങ് പീരീഡിൽ നിന്ന് മാറിയിട്ടില്ല. കുറച്ച് കാര്യം ഇപ്പൊ കുറെ നമുക്ക് കസ്റ്റമറൊക്കെ ആയി വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും നമ്മൾ അന്ന് ഉണ്ടായ ഒരു അറിയാലോ, നമ്മളൊരു സംഭവം തുടങ്ങി അതിന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ അതിന് കിട്ടാൻ പറ്റുന്ന ഒരു വലിയൊരു ഇതാണ് നമുക്ക് ഉണ്ടായത്. കോവിഡിന്റെ ഒരു പ്രശ്നത്തില് ഓർഡേഴ്സ് ഒക്കെ ഇല്ലാതായതും ഒക്കെ, പിന്നെ കുറെ ബിസിനസ് രംഗങ്ങളെല്ലാം അങ്ങ് ഇതായല്ലോ. പക്ഷെ ഇപ്പൊ നമ്മൾ പതുക്കെ അതായത് മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ അത് വർക്ക് ചെയ്ത് വരാൻ പറ്റുള്ളൂ. കാര്യം നമ്മളെ തന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ആ സമയത്തൊക്കെ നമ്മള് ഹോം ഡെലിവറിക്കൊക്കെ പോയി തുടങ്ങിയെന്ന് വെച്ചാല് അന്ന് ആളുകൾ പറയായിരുന്നു ഇവരൊരു ബിസിനസ് തുടങ്ങിയെന്നും പറഞ്ഞ് വലിയ ബിസിനസ്സുകാർ തുടങ്ങി. എന്നിട്ട് ഇപ്പം ഒരു മെഷർമെന്റ് ടേപ്പുമായിട്ട് വീടുകൾ തോറും നടക്കുക. പക്ഷെ അതൊക്കെ നമുക്ക് കേൾക്കുന്നെങ്കിലും അന്ന് ഭയങ്കര വിഷമം ഉണ്ടാവും. MBA വരെ പഠിച്ചിട്ട് ഇപ്പൊ ആളുകളുടെ അളവെടുത്തോണ്ടിരിക്കുക, സ്റ്റിച്ച് ചെയ്യാൻ വീടുകൾ തോറും നടക്കുക എന്നൊക്കെ. അല്ലെ പിന്നെ ആ സമയത്തൊക്കെ നമ്മുടെ കുറെ ഓർഡേഴ്സ് ഇവിടെ ബൾക്കായി കിടന്ന് അതൊക്കെ കുറച്ച് കാർട്ടൂൺ പെട്ടികളിലാക്കി. അത് സ്കൂട്ടറാണ് നമുക്കുള്ളത്. അതിനകത്ത് തന്നെ കുറച്ച് പെട്ടി നമ്മുടെ കാലിലും വെച്ച് കുറച്ച് വണ്ടിയുടെ ഫ്രണ്ടിലും വെച്ച് കടകൾ തോറും ചെന്ന് സെയിൽ ചെയ്ത് ഒത്തിരി ആ സ്ട്രഗിൾ ഇപ്പോഴും നടക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരുടെ കുറച്ച് ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ സ്കൂളുകളുടെ ഓർഡറുകൾ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് വരുന്ന
ഒരു 100 നമ്പേഴ്സിന് എബോവായിട്ടൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഒരു യൂണിഫോം ബൾക്കായിട്ടൊക്കെ വരുമല്ലോ, ഹോസ്പിറ്റൽ യൂണിഫോമുകൾ അങ്ങനെയൊക്കെ ഒരുമിച്ച് വരുമ്പം ഈ മാരുതി പോലുള്ള വർക്ക്ഷോപ്പുകളുടെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഒരേ യൂണിഫോം വരുന്ന സ്ഥലങ്ങളിലേക്ക് കിട്ടുകയും പിന്നെ കൂടുതലായിട്ട് കസ്റ്റമറിന്റെ ഡ്രസ്സുകളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഈ കാര്യം നമ്മുടെ ഇതൊന്നും അല്ല, കുറച്ചും കൂടെ ഒക്കെ നമ്മൾ മുന്നോട്ട് വന്നാലേ ഈ ബാങ്ക് ലോണ്, നമ്മുടെ ഈ ജോലിക്കാരുടെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറെ കൂടി നമ്മൾ നന്നായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള മനസ്സുണ്ട്, അധ്വാനിക്കാനുള്ള ഇതുകൊണ്ട്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് ഓർഡേഴ്സ് ഒക്കെ കിട്ടണം, എങ്കിൽ മാത്രമേ അല്ലാതെ സത്യമല്ലാത്തത് നമ്മൾ ഇതാക്കണ്ടല്ലോ. കാര്യം ഫുൾ ഫ്ലെഡ്ജിൽ അങ്ങ് പോകണമെങ്കിൽ നമുക്ക് അതിന് അത്രയൊക്കെ മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയി ഒരു ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ ആ ചുറ്റുപാടുള്ള ആളുകളുടെ തന്നെ കുറച്ച് സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടല്ലോ. ഒരാളിപ്പോ പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങി സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുമല്ലോ. അപ്പൊ അത് കുറെ ആളുകളുടെ ഇതുണ്ടെങ്കിൽ മാത്രമേ അവിടെ തുടങ്ങിയ ഒരു ബിസിനസ് മുന്നോട്ട് നല്ല രീതിയിൽ പോവുള്ളൂ. ഒരു സ്ത്രീ സംരംഭക എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇതുപോലൊരു കുഞ്ഞ് സംരംഭം തുടങ്ങി അത് എങ്ങനെയെങ്കിലും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഓർഡേഴ്സ് വേണം, കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് കിട്ടണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഈ വീഡിയോ എന്നെ കാണുന്ന ബിസിനസ് നടത്തുന്നവരുണ്ടായിരിക്കും, ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ ഉടമസ്ഥരുണ്ടായിരിക്കും, സ്കൂളിന്റെ മാനേജ്മെന്റ്സിന്റെ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഓർഡറുകൾ തന്നാൽ മാത്രമേ, അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള യൂണിറ്റുകൾ നിലനിൽക്കൂ. കാര്യം നമ്മുടെ ഇവിടുത്തുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ അത്ര ഓർഡേഴ്സ് നമുക്ക് കിട്ടണം. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെഡിങ്ങിന്റെ ഒക്കെ കസ്റ്റമേഴ്സിന്റെയും ഒക്കെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചേച്ചിയുടെ സ്വപ്നമാണ് നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം. അപ്പോൾ ചേച്ചിയുടെ ഈ സ്വപ്നം പോവാണെങ്കിൽ വേണ്ടി നമ്മൾ എല്ലാവരും ചേച്ചിയുടെ കൂടെ നിൽക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ചേച്ചിയുടെ കൂടെ എപ്പോഴും വേണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.